ഗൈസ്, ഇത് എൻ്റെ സാംസങ്ങിൻ്റെ S24 തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ S24ൻ്റെ സ്നാപ്ഡ്രാഗൺ കിടപ്പുണ്ട്. പക്ഷേ നല്ല പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണ്. ബിക്കോസ് 1.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷം ആവാൻ പോണ്. എന്നിട്ട് ഇതിന് ഈ പ്രൈസിൽ വിൽക്കുന്നത് ഒരു അന്യായമായിട്ടുള്ളൊരു സംഭവമാണ്. അതൊന്ന്. രണ്ടാമത്തെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാംസങ് എന്ന് പറഞ്ഞൊരു ഡിവൈസിനെ റെക്കമെൻഡ് ചെയ്യാൻ എൻ്റെ മെയിൻ റീസൺ ഇതിനകത്തുള്ള കുറേ ഫീച്ചേഴ്സ്, കുറേ കാര്യങ്ങൾ, അതേപോലെ ഒരു പക്കാ ഒരു പ്രീമിയം മൾട്ടി ടാസ്കിംഗ് ഒക്കെ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണെന്ന് പറയാം കമ്പയർ ടു ഐഫോൺസ്. കാരണം ഐഫോൺസിനകത്ത് അറിയാമല്ലോ, മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം, മൾട്ടി വിൻഡോ, അതൊക്കെ ടാസ്ക്കാണ്. ക്ലിപ്പ് ബോർഡ് ഫീച്ചേഴ്സ് ഇല്ല. നമ്മൾ ആൻഡ്രോയിഡിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഐഫോണിൽ ഇല്ല. ഐഫോണിൽ ബെസ്റ്റ് ഐഫോണിൻ്റെ ആപ്പുകളും ഐഫോണിൻ്റെ എക്കോസിസ്റ്റവും അത് അങ്ങനെയുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും സാംസങ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗ്രീൻ ലൈനും കാര്യങ്ങളും കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇച്ചിരി കേസും വഴക്കുമായിട്ടൊക്കെ പോകാൻ തയ്യാറായുള്ളവർ സാംസങ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു പറയേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞു. കാരണം ഒരു ബാച്ചിൽ ചില ഡിവൈസുകൾ നല്ലതായിരിക്കും, ചിലത് നല്ലതായിരിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം. അതായത് ബേസിക്കലി ഇപ്പോൾ എനിക്ക് ഈ എക്സിനോസിൽ എൻ്റെ അതിൽ ഒരു ഇഷ്യൂസും എനിക്കില്ല. എനിക്ക് ഹെവി യൂസിനും പറ്റും. ഗെയിമിംഗ് BGMI ഞാൻ ഒരു ഫോൺ കോളർ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് പക്ക കിട്ടാറുമുണ്ട്. ഓക്കെ.